ബ്രഹ്മശ്രീയായിട്ടുള്ള ശ്രീ ലക്ഷ്മി നാരായണൻ, വിഷയാവതരണം നടത്തുന്ന ബഹുമാന്യനായിട്ടുള്ള ജോസ് പറവൂർ ഡോക്ടർ എം സുന്ദരേശൻ, ഡോക്ടർ TS വിജയൻ ഉൾപ്പെടെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യ വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ എൻ്റെ നാട്ടുകാരെ, ആധ്യാത്മിക സെമിനാറാണ് ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത്. അന്ത്യകർമ്മ വിചാരസത്രം. ഞാനത് കേൾക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. എല്ലാ അറിവും നേടിയിട്ടൊന്നും ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരാളല്ല. തികച്ചും ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് തന്നെ നിന്നിരുന്ന ആളാണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും നന്നായിട്ടറിയാം. അതുകൊണ്ട് എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ആധികാരികമായിട്ട് അറിയുക എന്നുള്ളതൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇവരെ പോലുള്ള മഹത് വ്യക്തികൾ പറയുന്ന സംഭാഷണങ്ങളെല്ലാം തന്നെ കേൾക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള തോന്നലുകൊണ്ട് തന്നെയാണ് ഞാനത് കേൾക്കാൻ ഇരുന്നത് തന്നെ. നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ഒരുപക്ഷെ നിങ്ങളും ഇതും പൂർണ്ണമായിട്ട് കേൾക്കണമെന്ന് തന്നെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്കും അറിവില്ലാത്ത കാര്യങ്ങളാണ് എന്ന് എനിക്കും നന്നായിട്ട് അറിയാം. എന്തിന് കർമ്മങ്ങൾ ചെയ്യുന്നു, ഓരോ ദിവസവും എന്തിനു വേണ്ടിയാണ് കർമ്മങ്ങൾ ചെയ്യപ്പെടുന്നത്, നമ്മുടെ മരണാനന്തരം നമുക്ക് ബുദ്ധിമുട്ടുകളില്ലാതിരിക്കാൻ വേണ്ടി പിതൃക്കൾക്ക് കർമ്മം ചെയ്യാവുന്ന രീതിയിലേക്കൊക്കെ തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതല്ല എന്നാണ് ഓരോ ഘടകങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ഒരുപക്ഷെ വിവിധങ്ങളായിട്ടുള്ള തട്ടുകളിലായിട്ടാണ് അന്ത്യകർമ്മങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മുടെ മനസ്സിൽ നിന്നെല്ലാം തന്നെ ജാതി ചിന്ത ഇല്ലാതായാൽ മാത്രമേ ഈ തട്ടുകൾ തന്നെ ഇല്ലാതാവുകയുള്ളൂ. വിവിധങ്ങളാണ് ഇന്ത്യയിലെ സംസ്കാരം തന്നെ. ഓരോ ജാതികൾക്കും ഓരോ സംസ്കാരങ്ങൾ, ഓരോ സംസ്ഥാനങ്ങൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഓരോ സംസ്കാരങ്ങൾ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആര്യ ദ്രാവിഡ സംസ്കാരം, സവർണ അവർണ സംസ്കാരം നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത്തരം സവർണ അവർണ സംസ്കാരം ഈ കാലഘട്ടത്തിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. എങ്ങനെ ഏകോപിപ്പിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ അതിലാദ്യം ഇല്ലാതാവേണ്ടത് ഗുരുദേവൻ പറഞ്ഞ ജാതി ചിന്ത തന്നെയാണ്. മനുഷ്യന് ഗോക്കൾക്ക് ഗോത്രം പോലെ തന്നെ മനുഷ്യന് മനുഷ്യത്വമാണ് വേണ്ടത്. ആ മനുഷ്യത്വം ഉണ്ടായാൽ മാത്രമേ ജാതി ചിന്ത നമ്മുടെ മനസ്സുകളിൽ നിന്നില്ലാതെ, അവിടെയാണ് ഏകീകരണത്തിൻ്റെതായിട്ടുള്ള സ്വഭാവം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഇന്ത്യ രാജ്യത്ത് ഇന്നൊരു പക്ഷേ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. പക്ഷെ ഇന്ത്യ രാജ്യത്ത് അത്തരത്തിലുള്ള മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയപ്പെടേണ്ടതാണ്. ചേരിതിരിവുകളെല്ലാം തന്നെ ഇന്ന് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ നടന്നു കണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഓരോ ജാതിക്കും ഓരോ അനുഷ്ഠാനങ്ങൾ ഈ കാലഘട്ടത്തിൽ നിലനിൽക്കും. വിവാഹത്തിൽ പങ്കാളിയാവുമ്പോൾ ഓരോ ഈഴവാദി പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ചടങ്ങുകളും, സവർണരായിട്ടുള്ള നമ്പൂതിരി, നായർ, അതുപോലെ തന്നെ കൊങ്ങിണി സമുദായങ്ങൾ, കുടുംബി സമുദായങ്ങൾ, ഇവരുടെ ഓരോ വിവാഹ ചടങ്ങുകൾ എടുത്തു നോക്കിയാൽ ആ വിവാഹ ചടങ്ങുകളിലെല്ലാം തന്നെ വ്യത്യസ്തതകളാണുള്ളത്. ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളാണുള്ളത്. ഓരോ ദൈവങ്ങളുടെ ജനനങ്ങളെടുത്ത് പരിശോധിക്കുക. ആ ജനനങ്ങളിലെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഉള്ളത്. ഓരോ ദൈവങ്ങൾക്കുള്ള പൂജാ കർമ്മങ്ങളെടുത്ത് പരിശോധിക്കുക. ഓരോ ദൈവങ്ങൾക്കുമുള്ള പൂജിക്കുന്ന ശ്ലോകങ്ങൾ വ്യത്യസ്തമാണ്. പരമശിവന്, അതുപോലെ തന്നെ കൃഷ്ണന്, ദേവിക്ക്, അതുപോലെ ശ്രീരാമന്, ആയിരക്കണക്കിന് ദൈവങ്ങളാണ് നമുക്കിടയിലുള്ളത്. ആയിരക്കണക്കിന് ദൈവങ്ങളാണ്.
ഓരോ ജാതികൾക്കും വിവിധങ്ങളായിട്ടുള്ള ദൈവങ്ങളാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ശ്ലോകങ്ങൾ ചൊല്ലിയാണ് ദൈവങ്ങളെ പൂജിക്കുന്നത്. ഓരോ ദൈവങ്ങൾക്കും വിവിധങ്ങളായിട്ടുള്ള പുഷ്പങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധങ്ങളായിട്ടുള്ള പുഷ്പങ്ങളാണ് ഇന്ന് നമ്മുടെ രാജ്യത്തെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ സംസ്ഥാനങ്ങളിലും നമ്മുടെ രാജ്യത്ത് വിവിധങ്ങളായിട്ടുള്ള രൂപത്തിലാണ് പൂജാകർമ്മങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭരണാനന്ദക്രിയ നടക്കുമ്പോഴും ഈ എല്ലാ ജാതികളിലും വിവിധങ്ങളായിട്ടുള്ള രൂപത്തിലാണ്. അവർണൻ്റെതായിട്ടുള്ള ദൈവങ്ങൾ ഉണ്ടായിരുന്നു ഓരോ കാലഘട്ടങ്ങളിൽ. പിന്നീട് അത് എല്ലാവരുടെയും, കേരളത്തിൽ ഒരുപക്ഷെ അത് എല്ലാവരുടെയും ദൈവങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അതൊരു നല്ലൊരു വശമായിട്ട് നമുക്ക് കാണാൻ കഴിയും. എല്ലാവർക്കും ദൈവങ്ങളായിട്ട് മാറുന്നുണ്ട്. എങ്കിൽ തന്നെയും ചാത്തനും കാളിയും കുറുമ്പയും എല്ലാം തന്നെ ദൈവങ്ങളായിട്ട് ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. അവർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള പൂജകളാണ് നമ്മുടെ നടക്കുന്നത്. അതിൽ നല്ലവരായിട്ടുള്ള ദൈവങ്ങളുണ്ട്, ചീത്തയായിട്ടുള്ള ദൈവങ്ങളെല്ലാം തന്നെയുണ്ട് എന്നുള്ളതാണ്. രാവണനും ദൈവം തന്നെയാണ്, ഇന്ദ്രനും ദൈവം തന്നെയാണ്, അതുപോലെ തന്നെ രാമനും കൃഷ്ണനും എല്ലാം തന്നെ ദൈവങ്ങളാണ്. നമ്മുടെ മുന്നിൽ എല്ലാവരും ദൈവങ്ങളാണ്. ആ ദൈവങ്ങളെ എല്ലാവരും പൂജിക്കുന്നുണ്ട്. ചാത്തനെയും പൂജിക്കാൻ പോകുന്നവരുണ്ട്. പക്ഷെ ഒരുപക്ഷെ അത് സവർണ വ്യത്യസ്ത രൂപങ്ങളിലായിട്ട് നമുക്ക് മുന്നിലെല്ലാം തന്നെ ഇത്തരം ദൈവങ്ങളെ പ്രതിഷ്ഠിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. സവർണൻ്റെതായിട്ടുള്ള ദൈവങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇന്ന് ഇന്ത്യയിൽ. ഇന്നും അമ്പലങ്ങളിൽ കയറാൻ പറ്റാത്ത എത്രയോ അവർണ ജനവിഭാഗങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട്. സവർണരുടേതായിട്ടുള്ള അമ്പലങ്ങളിൽ കയറാൻ പോലും പറ്റാത്തതായിട്ടുള്ള ആളുകളൊക്കെ തന്നെ നമ്മുടെ രാജ്യത്ത് ഭൂരിപക്ഷമാണ് എന്നുള്ളത് തന്നെയാണ്. അത്തരം സാഹചര്യങ്ങളാണ്. പിന്നെ എവിടെയാണ് നമുക്ക് ഒരു ഏകോപനം ഉണ്ടാകേണ്ടത് എന്ന് ചോദിച്ചാൽ ഇതൊരു പക്ഷേ ഒരു നല്ല ചർച്ചകളായിരിക്കും. ഏകോപനം എന്ന് പറയുന്നത് നല്ല ചർച്ചകളായിരിക്കും. അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള അവിടെ ഉണ്ടാകേണ്ടത് എന്ത് ചോദിച്ചാൽ അത് ഗുരുദേവന്റെ ചിന്തകളാണ്. ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഗുരുദേവന്റെ ചിന്തകൾ ലോകത്തെ അറിയിക്കലാണ്, മനുഷ്യനിലേക്ക് പകർന്നു കൊടുക്കലാണ്. തീർച്ചയായിട്ടും മനുഷ്യൻ ഒന്നാണ് എന്നുള്ള ചിന്തകളിലേക്ക് മാറാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആചാരങ്ങളെ ക്രമീകരിക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ പൂജാകർമ്മങ്ങളിലുണ്ടാകുന്ന വ്യത്യസ്തകളെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. അതുപോലെ കർമ്മങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഇന്ന് നമ്മുടെ പിതൃക്കൾക്ക് ചെയ്യുന്ന കർമ്മങ്ങൾ, അതിലും പെൺമക്കൾക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതും ആൺമക്കൾക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളതും എല്ലാം തന്നെ തർക്കവിഷയമായിട്ടും ഒരുപക്ഷെ നമ്മുടെ മുന്നിലൊക്കെ തന്നെ ആൺമക്കളില്ലാത്ത, ബന്ധുക്കളില്ലാത്ത എത്രയോ ആളുകളൊക്കെ തന്നെ നമുക്ക് ഇടയിലുണ്ട്. ആര് എന്നുള്ളൊരു ചോദ്യം, അവരുടെ മുന്നിൽ ആരാണ് പുതുതർപ്പണം ചെയ്യപ്പെടേണ്ടത് എന്നുള്ള ചോദ്യവുമെല്ലാം തന്നെ നമ്മുടെ മുന്നിലുണ്ട്. ഒട്ടനവധി ചർച്ചകൾ, നല്ല ചർച്ചകളാണ് വരേണ്ടത് എന്ന് നിങ്ങളോട് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള രീതികളും ഇതായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപങ്ങളും എല്ലാം തന്നെ നമ്മുടെ മുന്നിൽ നിലനിൽക്കുമ്പോൾ ഏത് രീതിയിലാണ് ഇതിനെ ഏകോപിപ്പിക്കപ്പെടുക എന്നുള്ളത് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. ഈ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ മാറ്റങ്ങളെയും ഒരുപക്ഷെ കൈപിടിച്ച് ഏകോപന രീതിയിലേക്ക് കൊണ്ടുവരുവാൻ സാധ്യമാണോ എന്നുള്ളത് അതൊരു ചർച്ചയായിട്ട് ഇവിടെ വരുമ്പോൾ അത് നമുക്ക് മാറ്റമുണ്ടാക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാത്രമല്ല ഈ മാറ്റത്തെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കേണ്ടത് മനസ്സുകളിലാണ്. സവർണന്റെ മനസ്സുകളിൽ നിന്ന് ഇന്നൊരു ശാന്തിയായിട്ട് ഒരവർണന കയറാൻ പറ്റാത്ത എത്രയോ ഇടങ്ങളാണ് സവർണ അമ്പലങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത്. അവർണന് കയറി പൂജ നടത്താൻ പറ്റാത്ത എത്രയോ അവിടെയാണ് നമ്മൾ ഇത്തരം പൂജാകർമ്മങ്ങളിൽ, അന്ത്യകർമ്മങ്ങളിൽ എല്ലാം തന്നെ, അന്ത്യകർമ്മങ്ങളിൽ മാത്രം